ഹലോ. സോ ഇന്ന് ഡിപ്പെൻഡൻസിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ യൂസർ സ്റ്റോറീസിൽ വരുന്ന ഡിപ്പെൻഡൻസി നമ്മൾ എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിഫോർ സ്പ്രിൻറ്റ് പ്ലാനിങ് മീറ്റിങ്ങിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് നമുക്ക് റിഫൈൻമെൻറ്റ് കോളിലാവാം. ചിലപ്പോൾ ഒരു സിംഗിൾ ഓർ വീക്ക് 1 or 2 റിഫൈൻമെൻറ്റ് കോളിൽ പറ്റില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്പെൻഡൻസി കോൾ സ്കെഡ്യൂൾ ചെയ്തിട്ട് അതിൽ നമുക്ക് ഇതേക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. സോ വൺസ് നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ യൂസർ സ്റ്റോറിയിൽ അത് മെൻഷൻ ചെയ്യേണ്ടതാണ്, ഏതാണോ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. ദെൻ അറ്റ് ദ സെയിം ടൈം നമ്മളതൊരു ഡെവലപ്പർക്ക് അസൈൻ ചെയ്യുകയും വേണം, അതല്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും പിന്നീട്. ഓക്കെ. ദെൻ മാപ്പിംഗ് ചെയ്യാം. ഡിപ്പെൻഡൻസി മാപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, FF, FS, SS ആൻഡ് SF മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിപ്പെൻഡൻസി മാപ്പ് ചെയ്തതിന് ശേഷം പ്രയോറിറ്റിയും കൊടുക്കാം. അതിനുശേഷം നമ്മളിതിനൊരു എല്ലാവരും കാണുന്ന രീതിയിൽ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ, അത് ഷെയർഡ് എക്സൽ ആവാം, അതല്ലെങ്കിൽ നമ്മൾ ഏത് ടൂളാണോ യൂസ് ചെയ്യുന്നത് ആ ടൂളിൽ വിസിബിൾ ആകുന്ന രീതിയിൽ നമ്മളതിനെ പ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾക്കത് ട്രാക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും പറ്റുന്നതായിരിക്കും. താങ്ക് യു.